ഇത്ര നേരം കണ്ടത് സ്വപ്നമായിരുന്നോ? അല്ല, നീ ഇപ്പൊ കണ്ടതൊന്നും ഒരു സ്വപ്നം മാത്രമല്ല. മമ്മി? അതെ, മമ്മി തന്നെ. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. പക്ഷേ ഞാൻ നിങ്ങളെ വേണമെന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതല്ല. എനിക്ക് വേറെ മാർഗമില്ല. നീ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഈ കൊട്ടാരത്തിൽ നടക്കുന്നതൊക്കെ. നിനക്കറിയോ, നിങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ല. നിന്റെ അച്ഛൻ എന്നെ കൊന്നതാ. നിന്റെ അച്ഛൻ ചീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ കുറെ നോക്കിയതാ ഇവിടുത്തെ ഈ റൂൾസൊക്കെ മാറ്റാൻ. പക്ഷെ എനിക്കത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. എനിക്കാകെ കുറച്ച് സമയമുള്ളൂ ഇവിടെ. ഇപ്പൊ ഞാൻ കാണിച്ച സ്വപ്നങ്ങളൊക്കെ അതൊക്കെ എന്നെ നടക്കാൻ പോകുന്നതാണ് നിന്റെ ഫ്യൂച്ചറിലും നിന്റെ ബ്രദറിന്റെ ലൈഫിലും. ഞാൻ നിനക്കൊരു ചാൻസ് തരുകയാ. ജസ്റ്റ് ചേഞ്ച് യുവർ ഫെയ്ത്ത്. നീ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇത് നിന്നെ കൊണ്ടേ പറ്റൂ. നിങ്ങൾ മുമ്പിൽ നീയാണ് നീ ശക്തൻ. അതുകൊണ്ടാണ് നിന്നെ ഈ ദൗത്യത്തിൽ തിരഞ്ഞെടുത്തത്. പോരാത്തത് നീയാണെല്ലാം ചിന്തിച്ചു നോക്കുന്നതും. നിന്റെ ബ്രദറിന്റെ ലൈഫും നിന്റെ ലൈഫും ഒക്കെ നിനക്ക് മാറ്റാനുള്ള ഒരു അവസരം ഞാൻ തരും. നീ നിന്റെ ബ്രദറിനെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അമ്മയോടുള്ള അവരുടെ ദേഷ്യം നീ മാറ്റണം. മമ്മി, എന്തൊക്കെയായി നടക്കുന്നത്? തല പൊട്ടുന്നു. അപ്പോ ഞാൻ കണ്ടത് വെറും സ്വപ്നമല്ല, ഇതൊക്കെ നടക്കാൻ പോകുന്നതാ. എന്റെ ഈ ചാൻസ് ഞാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല. ഞാൻ എല്ലാം മാറ്റും. ബേബി, എനിക്കറിയാം ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. ആ തെറ്റിനൊരിക്കലും മാപ്പില്ലെന്നും. പക്ഷേ ഞാൻ കുറച്ച് സ്വാർത്ഥനാവുക. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. പക്ഷെ നീ വിഷമിക്കണ്ട. ഇനി ഒരിക്കലും നിന്റെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ണീര് വരുത്തില്ല. അതെന്റെ വാക്കാ. എങ്ങനെ ഞാൻ ഷുഗാച്ചിന്റെയും ഈ ജൂണിച്ചിന്റെയും ലൈഫ് ചേഞ്ച് ചെയ്യും? അവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കത്തുമില്ല. പക്ഷേ ഞാനിതൊന്നും മാറ്റിയില്ലെങ്കിൽ അവരും രണ്ടുപേരും ഒരേപോലെ തന്നെയാ അനുഭവിക്കുന്നത്. ജിമ്മിന്റെ മരണം, ജീനി പോകുന്നത്, ഇതൊന്നും നടക്കില്ല. ഇതൊന്നും നടക്കില്ല. അതിനെന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ അവിടെ നോക്കി നിൽക്കുന്നേ? ഭക്ഷണം വിളമ്പ്. ഇനി ഞാൻ നിന്നോട് 1000 തവണ പറയണോ? സോറി ആൽഫ, ഞാൻ ഇത് ആവർത്തിക്കില്ല. എപ്പോഴും സോറി പറഞ്ഞോണ്ട് വന്നോളൂ. ഇവർക്ക് ഇത് തന്നെ പറയാൻ അറിയൂ. ഈ ഒമേഗമാരാകുമ്പോ ഇവിടെ വീട്ടു ജോലിക്ക് പോയിട്ട് ആൽഫമാരുടെ കോലടിയിൽ നിൽക്കേണ്ടതാ. മനസ്സിലായോ? ഇതൊക്കെ എന്താ ഞാൻ മുന്നേ ശ്രദ്ധിക്കാത്തത്? പാവം, എപ്പോഴും അവര് തന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാം. ഇത്ര വീടുണ്ടായിട്ടും പാവം ജിമ്മിൻ പ്രഗ്നന്റ് ആയിട്ടും ഇത്ര സമയം അവിടെ നിൽക്കുന്നത് എനിക്കിതെനി കാണാൻ പറ്റില്ല. ജിൻ, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? വാ, ഇവിടെ ഒന്നിരിക്കേ. ജെകെ, നിനക്കെന്താ വട്ടായോ? ഒമേഗമാർ എപ്പോഴും ആൽഫമാർ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ചെയ്ത് നിൽക്കില്ല. അതെപ്പോഴും അങ്ങനെയായിരിക്കും. അവർ നമ്മളൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടില്ല. യുങ്കിച്ച, നിങ്ങളല്ലേ ഇതിൽ വലുത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നോ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒമേഗ പ്രഗ്നന്റാ. ജസ്റ്റ് കൺസിഡർ ഹിം. എത്ര സമയം എന്ന് വെച്ചാൽ അവരവിടെ നിൽക്കുന്നേ. ഇനി മുതൽ ഇവിടെ ആൽഫ ഒമേഗ എന്നൊന്നുമില്ല. എല്ലാവരും ഒരേ ടേബിളിൽ ഭക്ഷണം കഴിക്കും. ആൽഫ വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ പാക്കിന്റെ ഫ്യൂച്ചർ ആൽഫ എന്ന നിലയിൽ ഞാൻ പറയുക, ഇനി മുതൽ എല്ലാ ഒമേഗമാരും നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കും. അതെന്റെ ഓർഡറാ. വാട്ട് ഡു യു മീൻ നീ ഫ്യൂച്ചർ ആൽഫ എന്ന് പറയുന്നത്? നിനക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ യൂണിച്ചന ഫ്യൂച്ചർ ആൽഫ എന്ന്.
ജോണിച്ച, നിങ്ങളെന്താ ഇവിടുത്തെ റൂൾസ് ഒക്കെ മറന്നുപോയോ? റൂൾസ് ഒക്കെ പറയുന്ന ആളില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തന്നെ അറിയാലോ ആരാണോ ഇതിൽ ഏറ്റവും ശക്തർ. അവരാണ് ഇവിടുത്തെ ഫ്യൂച്ചർ ആൽഫ എന്ന്. നമ്മൾ മുകളിൽ ഞാനാണ് ഏറ്റവും ശക്തൻ. അതുകൊണ്ട് ഞാനായിരിക്കും ഇവിടുത്തെ ഫ്യൂച്ചർ ആൽഫ. അതുകൊണ്ട് ഞാൻ ഇവിടെ റൂൾസ് പറയും, നിങ്ങൾ അതനുസരിക്കും. ജിമ്മിൻ, ജിന്നേട്ട, രണ്ടുപേരും ഇവിടെ ഇരിക്കെ. ആൽഫ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് അവരെ വിട്ടേക്ക്. അത് ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. പിന്നെ ഞാൻ സോറി പറയാം. ഞാൻ ഇതുവരെയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ ഇനി മുതൽ ഇവിടുത്തെ എന്ത് ജോലി ചെയ്യണമെന്നില്ല. ലില്ലി, എന്താ സർ? ഇനി മുതൽ ഈ വീട്ടിലെ ജോലികളൊന്നും ഇവരെ കൊണ്ട് ചെയ്യിക്കരുത്. പിന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നീ എത്തിച്ചു കൊടുക്കണം. ആ ശരി. എനിക്കാണെങ്കിൽ പേടിയാവുക. ആൽഫ എന്തൊക്കെയാണോ ചെയ്യുക. അല്ലെങ്കിലേ നമ്മളിപ്പോ അവരിന്ന് ടാബ്ലറ്റ് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ്. എനിക്കാണെങ്കിൽ പേടിയാവുക. എന്റെ പൊന്ന് ജിന്നേട്ടാ, നിങ്ങളിങ്ങനെ പേടിക്കാതെ. ആൽഫ ചേക്ക് പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഇവിടെ നമുക്കും അവരുടെ പോലെ അതേ അവകാശമാണ്. ഒന്നും പേടിക്കണ്ട. ആൽഫ ചങ്കുക്ക് ഇവിടുത്തെ ഫ്യൂച്ചർ ആൽഫായ നമ്മളുടെ ഈ നിയമങ്ങളൊക്കെ മാറില്ലേ? എന്താ നിങ്ങളവിടെ സംസാരിക്കുന്നേ? എന്ത് നടന്നെന്നാ ഇന്ന്? എന്ത്? ആൽഫ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചെന്നോ? ക്ഷമ ചോദിച്ചെന്നോ? എന്തൊക്കെയാ ഇത് നടക്കുന്നേ? ഹലോ, എന്താ ആൽഫ? ഞാൻ ഓക്കെയാ. എന്താണത്തെ മുഖമൊക്കെ ആകെ വെട്ടി തിളങ്ങിയല്ലോ? അത് പിന്നെ ആൽഫ ഇന്നൊരു ഡേറ്റിന് പോവാന്നിട്ട് വിളിച്ചതാ. കൊറേ കാലമായി ഞങ്ങള് പുറത്തൊക്കെ പോയിട്ട്. എന്തല്ലൊക്കെയ അവനെ പുറത്തു കൊണ്ടുപോകാൻ അവൻ ആൽഫയുണ്ട്. അവനെ സ്നേഹിക്കാൻ അവൻ ആൽഫയുണ്ട്. അവന് വേണ്ടി എന്തും ചെയ്യാൻ ഒരു ആൽഫയുണ്ട്. പക്ഷെ എൻ്റെ ജീവിതം എനിക്ക് 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 ഒരുപാട് ആഗ്രഹമുണ്ടില്ല. പക്ഷേ സാരമില്ല, ചിലപ്പോ എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും. ജെകെ, രാവിലെ നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേ? ഞാനൊന്നും കാട്ടിക്കൂട്ടിയില്ല. ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ തോന്നിയത് അത് ചെയ്തു. ജെകെ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നിനക്കറിയാലോ നമ്മുടെ പാക്കിൽ പണ്ടേയുള്ള നിയമങ്ങളായത്. അതൊരിക്കലും മാറ്റാനും പറ്റില്ല. അതൊരിക്കലും ഇനി മാറുകയുമില്ല. എന്തുകൊണ്ട് മാറിക്കൂടാ? ഹാ, അവര് നമ്മളെ പോലെ തന്നെ മനുഷ്യരല്ലേ? അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. എന്തിനാ നമ്മൾ അവരിങ്ങനെ കൂട്ടിലെടുക്കുന്നത്? അവർക്ക് അവരുടെ സന്തോഷം നേരിട്ടെ. യുങ്കിച്ചിനൊന്ന് ശ്രദ്ധിക്ക്. നിങ്ങളുടെ മേജ് പ്രഗ്നന്റാ. ജസ്റ്റ് ഗീവ് ഹിം സം ടൈം. കുറച്ചു കാലം അവന്റെ കൂടെ ജീവിക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? ജെകെ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നിനക്കെന്താ? എന്റെ ജയ്സ് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അത് മാത്രമല്ല, നീ എന്തിനാ അത് ചോദിക്കാൻ വരുന്നത്? ഞാൻ നിന്റെ എൽഡർ ബ്രദറാ. അതെ, നിങ്ങൾ എന്റെ എൽഡർ ബ്രദറാ. അതുകൊണ്ട് തന്നെയാ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങളോടുള്ള കൺസേൺ കൊണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് നിങ്ങളുടെ മനസ്സും തുറക്കുകയുങ്കിച്ച. എനിക്കറിയാം നിങ്ങളും എല്ലാം തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന്. നിങ്ങൾക്ക് ജിമ്മിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തിനാ ഇത് ഒളിപ്പിച്ചു വെക്കുന്നേ? നിങ്ങളുടെ ഇടയിലുള്ളതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാ. അതൊന്ന് കാണ്. നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് അവനുണ്ടാകുമ്പോ അവൻ അറിയില്ല. അവൻ നിങ്ങളെ വിട്ടു പോകുമ്പോ അറിയാം അതിന്റെ വിഷമം. നമ്മുടെ മമ്മിക്ക് സംഭവിച്ച പോലെ അവർക്കും സംഭവിക്കാതിരിക്കണം. അതിന് ഇതേയുള്ള ഒരു വഴി. നിങ്ങളെല്ലാം മനസ്സിലാക്കൂ. എന്താ ചേക്ക് നീ പറഞ്ഞു വരുന്നത്? മമ്മി, അതെ, നിങ്ങൾ കാണുന്നതൊന്നുമല്ല സത്യം. നമ്മളിലൂടെ പറഞ്ഞതുമല്ല സത്യം. സത്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മമ്മി. സർ, മിസ്റ്റർ കാങ് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ ബോർഡ് റൂമിലുണ്ട്. മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ ഞാൻ പറഞ്ഞതിനി ഒന്നും കേൾക്കില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഹലോ,
എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ആരാ ഇത്? ദ ഗ്രേറ്റ് ജിയോൺ ജംഗിക്കിന് എന്റെ ഹെൽപ്പോ? ഇത് കാര്യം അല്പം കുറച്ച് സീരിയസാ. ഈയിടെയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആരോ ഇതിന്റെ എന്തോ ഒരു കളിയുണ്ട്. നീ അതൊന്ന് നോക്കി. ആൽഫ, രാവിലെ ഞാൻ ആൽഫ ജംഗുക്ക് പറഞ്ഞപ്പോ പെട്ടെന്ന് അത് അതെ, നിങ്ങൾ എന്റെ എൽഡർ ബ്രദറാ. അതുകൊണ്ട് തന്നെയാ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങളോടുള്ള കൺസേൺ കൊണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് നിങ്ങളുടെ മനസ്സും തുറക്ക്. ആൽഫക്ക് ഇതെന്ത് പറ്റി? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയല്ലല്ലോ പെരുമാറാതെ. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യോ, മമ്മിയുടെ പൊന്നെ എന്തെടുക്കുക? മമ്മിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യാം. വേഗം മമ്മിയുടെ അടുത്ത് വാട്ടോ. മമ്മി നിനക്ക് ഒരുപാട് ടോയ്സും ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ജേക്ക് പറഞ്ഞതുപോലെ അതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവോ? അങ്ങനെയൊന്നും ആവില്ല. ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? എങ്കിൽ ഇതൊന്നും എനിക്ക് വേണ്ട. Just leave it. ഓ, തല പൊട്ടുന്നു. ജേക്ക്, എനിക്ക് പേടിയാവുക. ഓരോ സമയവും നീ എന്നോട് ഇത്ര ക്ലോസ് ആവുമ്പോ എനിക്ക് പേടിയാവുക. നിന്റെ സ്വഭാവം എനിക്കറിയില്ല എന്താ പറ്റി നമുക്കെന്ന്. പക്ഷേ പ്ലീസ് ജേക്ക്, ഡോണ്ട് ഹേർട്ട് മീ. എനിക്കത് താങ്ങാൻ പറ്റും തോന്നില്ല. ഒരുപാട് സഹിച്ച് ഞാൻ. പ്ലീസ്. ബേബി, നിനക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനിത് നിനക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറന്റ് അല്ലെന്ന് വെച്ചാ ഇവിടെ തന്നെ അറേഞ്ച്മെന്റ് ഒക്കെ വെച്ചത്. ഇഷ്ടപ്പെട്ടു ജേക്ക്. ബേബി, സോറി. എനിക്കറിയാം നിനക്ക് എന്നോട് ഇപ്പൊ പേടിയാന്ന്. പക്ഷേ ഡോണ്ട് വറി, ഞാനതൊക്കെ മാറ്റും. നമ്മുടെ ജീവിതം പഴയ പോലെ തന്നെ ഞാൻ ആക്കും. ഐ പ്രോമിസ് ബേബി. ഹലോ മിസ്റ്റർ ജിയോൺ ജങ്കുക്ക്, കുറെ നാളായല്ലോ കണ്ടിട്ട്.